ജസ്ന തിരോധാന കേസിൽ ലോഡ്ജ് ഉടമ ബിജു സേവ്യറിന്റെ മൊഴി രേഖപ്പെടുത്തി സിബിഐ. ലോഡ്ജിലും സിബിഐ സംഘം പരിശോധന നടത്തി. ലോഡ്ജ് മുൻ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, എപ്പോഴാണ് ലോഡ്ജിലെ ജീവനക്കാരുടെ മൊഴി സിബിഐ രേഖപ്പെടുത്തുക? ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ലോഡ്ജ് ജീവനക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുണ്ടക്കയത്തെ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയാണ് അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അത് ഈ ജസ്റ്റിയുടെ സാമ്യമുള്ള പെൺകുട്ടി അന്ന് ലോഡ്ജിൽ വന്നിരുന്നു. 102 നമ്പർ മുറി എടുത്തിരുന്നു. യുവാവിനൊപ്പമാണ് എത്തിയത്. 102 നമ്പർ മുറിയാണ് അവർ എടുത്തത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ആ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തോട് അന്ന് താൻ വ്യക്തമാക്കിയതാണ്. മറിച്ച് പക്ഷേ ഈ കേസ് CBI ഏറ്റെടുത്തതിന് ശേഷം CBI തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഈ വെളിപ്പെടുത്തൽ വന്നത് തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ലോഡ്ജിന്റെ ഉടമയായിട്ടുള്ള ബിജു സേവ്യർ ഈ ഒരു വെളിപ്പെടുത്തലിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അന്ന് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തൽ പോലുള്ള നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് പൊതുവിൽ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നടപടിയുടെ ഭാഗം മാത്രമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ ആരോപണം ഉയർത്തിയിരിക്കുന്ന സ്ത്രീ അവർ ലോഡ്ജിൽ ലൈംഗിക തൊഴിൽ നടത്തിയിരുന്ന ഒരു സ്ത്രീ കൂടിയാണ് എന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് അവർ ഇത്തരത്തിലുള്ള അവരുടെ ഈ പ്രവൃത്തിയെ അതിന് എതിർക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതിനുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാരണം കൂടി ഈ ലോഡ്ജ് ഉടമ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഈ CBI ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടിയാണ് ഈ ലോഡ്ജിലെത്തി ലോഡ്ജ് ഉടമയായിട്ടുള്ള ബിജു സേവ്യറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആരോപണം ആദ്യം ഉന്നയിച്ച ഈ സ്ത്രീയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും മുണ്ടക്കയത്ത് എത്തിയിട്ടാണ് CBI സംഘം ഈ കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടിയിൽ കടന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.